കലർപ്പില്ലാത്ത നെയ്ക്കും നല്ല തേനിനും എക്സ്പയറി ഡേറ്റ് ഇല്ല എന്നാണ് പറയുക അല്ലേ. പക്ഷേ എന്നാലും മനുഷ്യന്മാർ കൊണ്ടുപോയിട്ട് അത് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. എന്തിനാണോ എന്തോ എനിക്കറിയില്ല കേട്ടോ. എന്നാൽ നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ച കേക്കാണ് ഈ കേക്ക്. പക്ഷേ എന്താ പറയുക, ഫോട്ടോഷൂട്ടിന് ഞാൻ എടുത്തപ്പോൾ സ്പൂണിലേക്കൊന്നും വരുന്നില്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു നിങ്ങളല്ലേ ഞാൻ എന്തിനാണ് വെറുതെ ഷോ കാണിക്കുന്നത്. നിങ്ങളില്ലേ ഒരു കാര്യം ചെയ്യും, ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്തത് ശരിയാവില്ല. എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഡയറക്റ്റ് എന്താണ് എൻ്റെ വായിന്ന് വന്നതെന്ന് നിങ്ങൾ അങ്ങനെ തന്നെ കേൾക്കുന്നതായിരിക്കും നല്ലത്. ആ കേട്ട് നോക്ക്, എന്നിട്ട് നിങ്ങളും വിചാരിക്കും ഇപ്പം തന്നെ ഉണ്ടാക്കണം കേട്ടോ. പക്ഷേ അത് തിന്ന ഹാങ് ഓവറിലാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ അതിൻ്റെ മത്ത് പിടിച്ചിരിക്കുക. അയ്യോ, നിങ്ങൾക്ക് വീഡിയോ ഒക്കെ പിന്നെ എടുക്കാം, ആദ്യം തിന്ന് തീർക്കാം. എന്ത് ടേസ്റ്റല്ലേ. സോറി അന്തി, എന്നെ മറന്നുപോയി. ഞാൻ തരാട്ടോ വേറൊന്നും കൂടി. പാലുണ്ട്, നല്ല നെയ്യിൻ്റെ ടേസ്റ്റ് അല്ലേ, ഒന്നും പറയാനില്ല. അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ല ഇത് മിക്സിയിലടിച്ചാൽ എന്ത് ടേസ്റ്റാ. സോറി, ഇത് അന്തിക്കുള്ളതല്ലേ മറന്നു, സോറി. എൻ്റെ സ്വന്തം വായിലേക്ക് തന്നെയാണ് പോകുന്നത്. വേറൊന്നും. അയ്യോ ഇതിപ്പോൾ തീർന്നു. ഏച്ചിക്കൊക്കെ കൊണ്ടുതരാന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കും കൊടുക്കലുണ്ടാവില്ല. ആ നിൻ്റെ അല്ലേ എന്നാ പറ്റും. എന്ത് രസാലേ, പാൽപ്പേടിയോ എന്തോ തിന്ന പോലെ. സൂപ്പർ സാധനം. ഒരു വട്ടത്തിലുള്ള ഒരു പാൽപ്പേടില്ലേ, നമ്മൾ ഇതുവരെ കഴിച്ചതിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ട ശരിക്കും സ്പഞ്ച് കേക്കല്ലേ. എനിക്ക് ഇത് ഒന്നൊരു ദിവസം ഇവിടുന്ന് സിരിക്കുന്നൊരു കേക്ക്. അടുത്തത് എടുക്കട്ടെ. ഇന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ. കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർ അങ്ങനെയൊന്നുമില്ല. സാധാ ചോറും കറിയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും, കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റണം. അതാണ് നമ്മൾ ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ 5 ടിന്നാണ് ഇട്ടത്. നിങ്ങൾക്ക് വീട്ടിലുള്ള ചെറിയ ചോറ്റുപാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും കറി വിളമ്പുന്ന പാത്രമോ അങ്ങനെ ഏതെങ്കിലും ഒരു പാത്രത്തിലെടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇവിടെയുള്ള ആ പാത്രങ്ങളൊക്കെ വേറെ ഷേപ്പാണ്, അതുകൊണ്ട് ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഇവരുടെ അടുത്തൊന്നും ബട്ടർ പേപ്പർ ഉണ്ടാവില്ലല്ലോ സാധാരണ ആൾക്കാരുടെ അടുത്ത്. അപ്പോൾ കുറച്ചൊന്ന് എണ്ണ, ഓയിൽ, എന്തെങ്കിലും ഒരു ഓയിൽ, വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, നെയ്യ് തന്നെ എടുത്തിട്ട് തൂവി കൊടുത്താൽ മതി. നെയ്യ് നല്ലോണം അതിൻ്റെ എല്ലായിടത്തും വിരൽ കൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് കുറച്ചൊരു നുള്ളു മൈദ ഇട്ടിട്ട് ഇതുപോലെ തട്ടി കൊടുത്താൽ ഒരു കോട്ടിങ് പോലെ കിട്ടും. അപ്പോൾ കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ സമയത്ത് അടുപ്പത്തേക്ക് ഒരു ചെമ്പെടുത്ത് വെച്ചിട്ടുണ്ട്, കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓവൻ സെറ്റപ്പ്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ, തീ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് മൈദയാണ്. മൈദ 1/2 കപ്പ് എന്ന് പറയുമ്പം കപ്പ് എല്ലാവരുടെ അടുത്തും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലത്തെ നീളമുള്ള ഗ്ലാസ് ഇല്ലേ, സാധാരണ അടുത്ത വീട്ടിലെ അച്ചമ്മയൊക്കെ ഒരു ഗ്ലാസ് പാലെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ അളന്നിട്ടാട്ടോ തരിക, അതുപോലത്തെ ഗ്ലാസ്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ പകുതിയിലാണ് നമുക്ക് 1/2 കപ്പ് എന്ന് പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനകത്തോട്ട് ഫുള്ള് മൈദ ഇട്ടതിന് ശേഷം ഒരു കപ്പിലോട്ട് ഇട്ട് വെക്കാം. അതും കൂടി ചെയ്ത് നോക്കാം, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഗ്ലാസ് ഫുള്ളായിട്ട് നിറയ്ക്കുന്നുണ്ടേ. നിറച്ചിട്ട് അത് ഒരു കപ്പിൻ്റെ കപ്പിലേക്ക് ഇട്ട് നോക്കുമ്പോൾ റെഡി ആയിരിക്കും. ഒരു കപ്പൊന്നും കാണുന്നില്ല, എവിടെ പോയി. അപ്പോൾ ഇതാ പുതിയ ഫോണാണ് കേട്ടോ, അതുകൊണ്ടില്ലേ കുറച്ച് മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ട്, ഫോക്കസ് ഒന്നും കറക്റ്റായില്ല, സോറി. കണ്ടോ, ഒരു കപ്പും ഒരു ഗ്ലാസും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് എന്താക്കാം, കപ്പൊക്കെ ഒഴിവാക്കി ഞാൻ ഈ ഗ്ലാസിൻ്റെ പകുതി മാത്രം മൈദ എടുത്ത് അരിപ്പയിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ വീട്ടിൽ ഇങ്ങനത്തെ വലിയ സ്പൂണും ഉണ്ടാവും, ഇതുപോലത്തെ ചെറിയ സ്പൂണും ഉണ്ടാവും. വലിയ സ്പൂണ് ടേബിൾ സ്പൂൺ, ഇതുപോലത്തെ കുഞ്ഞി സ്പൂണ് ടീസ്പൂൺ. അപ്പോൾ ഈ ഒരു ടീസ്പൂണിനെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ പകുതി മാത്രം ബേക്കിംഗ് പൗഡർ എടുക്കുക. എന്നിട്ട് ഒന്നിങ്ങനെ വിരലുകൊണ്ടൊന്ന് മേലെ സ്കൂപ്പ് ചെയ്തെടുക്കരുത്, പകുതിയാക്കി അളവ് എത്തിച്ചിട്ട് മേലെ ഇങ്ങനെ അങ്ങ് തട്ടിക്കളയാം. ഇങ്ങനെ കുഴിയുള്ള സ്പൂണാണെങ്കിൽ കേട്ടോ. ഇനി അതൊന്ന് 1/2 ടീസ്പൂണിലേക്ക് ഇട്ട് വെക്കാം നമുക്ക്. കണ്ടോ, അതും റെഡിയാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ മെഷറിംഗ് കപ്പൊക്കെ വാങ്ങാൻ പോകുന്നതല്ലേ, ഒരു നേരത്തേക്കൊക്കെ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ആൾക്കാരോടാണേ. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഒരു നുള്ള് പിഞ്ച് ഇതുപോലെ നുള്ളി അങ്ങോട്ട് ഇടാം. ഇനി നമുക്കിത് 3 തവണയൊന്ന് അരിച്ചെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ 3 തവണ നമ്മളിത് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഇത് മാത്രമേ ഉള്ളൂ റെസിപ്പി കേട്ടോ. നമ്മളെ സെയിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പി അടുത്തത് ബാക്കിൽ വരുന്നുണ്ട്, അത് ഞാൻ വേറെ കാണിച്ചു തരാം വേറെ വീഡിയോയിൽ. ഇനി നമുക്ക് കണ്ടോ, ഞാൻ എടുത്തത് 1 ടേബിൾ സ്പൂണാണ്. അത് നമ്മൾ ഈ ഒരു സ്പൂണിലേക്ക് ഇട്ട് നോക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത രീതിയിലാണ് ഉള്ളത്. അപ്പോൾ അതേ രീതിക്ക്
7 തവണ പഞ്ചസാര കോരി മിക്സീൻ്റെ ജാറിലോട്ട് ഇടാം. മിക്സീൻ്റെ ഏറ്റവും ചെറിയ ജാറും എടുക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് ജാറില്ലേ അതും എടുക്കാം. ജ്യൂസിൻ്റെത് എടുക്കണ്ട കേട്ടോ. അപ്പോൾ 7 തവണ നമ്മൾ ആ പഞ്ചസാര വലിയ സ്പൂണിൽ കോരി എടുത്തിട്ടുണ്ട്. ഒരു നുള്ള് അവകാശപ്പെട്ടവൾക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി ഇതൊന്ന് നല്ലോണം പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അത് പൊടിച്ചെടുത്ത് വന്നതിന് ശേഷം എന്താ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഓൾറെഡി ഞാൻ സാധാരണ പഞ്ചസാര പൊടിക്കുന്ന ജാറാട്ടോ, അതുകൊണ്ടാണ് അതിലേക്ക് ഇടുന്നതിന് മുമ്പേ അതിൽ വെള്ളപ്പാടൊക്കെ കണ്ടത്. ഈ കുട്ടിക്ക് എന്താ വൃത്തിയില്ലേന്നൊന്നും വിചാരിക്കല്ലേ. അപ്പോൾ നമ്മൾ ആ പഞ്ചസാരയൊക്കെ തട്ടിയിട്ടതിന് ശേഷം അടുത്ത താരം ഇതാണ്. നെയ്യാണ് നമുക്ക് വേണ്ടത്. ഹോം മെയ്ഡ് നെയ്യ് ഉണ്ടെങ്കിൽ അതെടുക്കാം, ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഏത് കമ്പനി വേണമെങ്കിലും എടുക്കാം കേട്ടോ. എനിക്ക് കിട്ടിയത് മിൽമയുടെ നെയ്യാണ്. ഇതുപോലത്തെ ചെറിയ ബോട്ടിലൊക്കെ വാങ്ങിച്ചാലും മതിയേ. ഒന്ന് കേക്ക് ഒരു ഇഷ്ടത്തിന് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ വാങ്ങിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇപ്പോൾ വലിയ കേക്കും ചെറിയ കേക്കും ഒക്കെ കാണിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ വലിയൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ച് അതിൽ നമുക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യാണ് വേണ്ടത്. നമുക്ക് മനസ്സിലായിട്ടുണ്ട്, ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ സ്കൂപ്പ് ചെയ്തിങ്ങനെ, അതായത് ആ സ്പൂണിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കൂമ്പാരം നിൽക്കുന്ന പോലെയാണ് ഒരു ടേബിൾ സ്പൂൺ. നേരത്തെ നമ്മൾ മൈദയല്ല പഞ്ചസാര എടുത്താൽ കണ്ടില്ലേ, അതേപോലെ നമ്മൾ ആ നെയ്യിനെ കോരി എടുത്തിട്ട് നേരത്തെ പൊടിച്ചു വെച്ച മിക്സീൻ്റെ ജാറിലെ പഞ്ചസാര ഇല്ലേ ആ മിക്സിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. 4 തവണ ഇട്ട് കൊടുക്കുക കേട്ടോ, ഇതുപോലെ. പിന്നെ നെയ്യ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് എടുക്കരുത് മീൻസ് ഫ്രിഡ്ജിലുള്ള തണുപ്പോട് കൂടി എടുക്കരുത്. നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള നെയ്യ് തന്നെ എടുക്കണം. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓരോ നാട്ടിലെയും ക്ലൈമറ്റിനനുസരിച്ച് വ്യത്യാസമായിരിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. ചിലരിത് ഉരുകിപ്പോയ നെയ്യ് ഉണ്ടാവും, ചിലരിത് ഭയങ്കര ടൈറ്റായിരിക്കും. അത് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ ഉരുക്കി എടുക്കരുത്. മനഃപൂർവ്വം അത് നമ്മൾ ഉരുക്കിയിട്ട് ഇങ്ങനെ ഓയിൽ രൂപത്തിലേക്ക് എടുക്കരുത്. ഞാൻ ഭയങ്കര പിശിക്കുകയാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ എന്ത് വേണേൽ എത്ര വേണേൽ ഞാൻ കൊടുക്കും. പക്ഷേ ഇങ്ങനെ വേസ്റ്റ് ആക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ഒരു പാത്രമാണെങ്കിൽ പോലും ഞാൻ വടിച്ച് തുടച്ചെടുക്കും കേട്ടോ. ഇനി നമ്മൾ ഈ പൊടിച്ച പഞ്ചസാരയും നെയ്യും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുക്കുന്ന സമയത്ത് മിക്സീൻ്റെ പൾസ് ബട്ടൺ ഇല്ലേ, അതായത് നമ്മൾ സാധാരണ തേങ്ങയെല്ലാം അരയ്ക്കുന്ന സമയത്ത് ഏത് ഭാഗത്തായിട്ടാണോ തിരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒന്ന് തിരിച്ചു വയ്ക്കിയാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ ക്രിക്കെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു അടി വരുമെന്ന്, അത് വെച്ചിട്ട് അടിച്ചാൽ മതി കേട്ടോ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം ഒന്നും കൂടെ അടിച്ചെടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ വേണ്ടത് ഒരേ ഒരു കോഴിമുട്ട വേണ്ടാത്തവരുണ്ടെങ്കിൽ നമുക്ക് എഗ്ലെസ് ഗീ കേക്ക് ചെയ്യാം കേട്ടോ. അടിപൊളി റെസിപ്പി വേറെ ഉണ്ട്, അതും ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ഒരു കോഴിമുട്ട ഒഴിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ എന്തായിരുന്നു ബേക്കിംഗ് പൗഡർ എടുത്ത സ്പൂണില്ലേ, കുഞ്ഞി സ്പൂണ്, അതിൻ്റെ പകുതിയോളം തന്നെ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. വാനില എസൻസ് നിങ്ങളെടുത്തില്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾ പഞ്ചസാര അടിച്ച സമയത്തില്ലേ ഒരു 2 ഏലക്ക പൊടിച്ചത്, അല്ലെങ്കിൽ ഏലക്ക അതിൻ്റെ കൂടെ ഇട്ടങ്ങ് പൊടിച്ചേച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് ആ ഫ്ലേവർ കിട്ടും. പിന്നെ 2 ഏലക്ക വേണ്ട കേട്ടോ, ഒരെണ്ണം മതി. ഇത് കുഞ്ഞു കേക്കല്ലേ, മറന്നുപോയി. അപ്പോൾ ഇതാ മുട്ടയും കൂടെ അടിച്ചെടുത്ത മുട്ട ചേർത്തതിന് ശേഷം നമ്മൾ 15 സെക്കൻഡ്സ് മാത്രം അടിച്ചാൽ മതി. അതിൽ കൂടുതലേക്ക് അടിക്കണ്ട. 15 സെക്കൻഡാണേ, മിനിറ്റ് അല്ല. ഇനി നമ്മൾ പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പൊടികൾ ചേർക്കുന്ന സമയത്താണ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലൊരു ചെമ്പ് കൊണ്ടച്ചില്ലേ, അതിൻ്റെ തീ അങ്ങോട്ട് ഫുൾ ഫ്ലെയിമിലേക്ക് ഓൺ ആക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതാണ് അതിൻ്റെ ഒരു രൂപം. ചിലർക്ക് ഇത് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ വെള്ളം പോലെ കിട്ടും കേട്ടോ, ചിലർക്ക് ഇതിലും കട്ടിയിലും കിട്ടും. എങ്ങനെ കിട്ടിയാലും പ്രശ്നമില്ല. ഇപ്പം മാത്രമാണ് ഈ നെയ്യ് പല സ്വഭാവം കാണിക്കുള്ളൂ. ബേക്ക് ചെയ്യുന്ന സമയത്ത് നെയ്യ് എല്ലാത്തിനും ഒരേ സ്വഭാവമായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ പറഞ്ഞതിനിടയ്ക്ക് ചേർത്തത് 2 ടേബിൾ സ്പൂൺ പാലാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മളെ സ്പൂണിൽ ഈ കൂമ്പാരം പോലെ എടുക്കാൻ പാലിനെ പറ്റൂലല്ലോ, അതുകൊണ്ട് ഞാൻ 3 സ്പൂൺ പാലാണ് എടുത്തത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ കഥയിലില്ലാത്തൊരു ആളെ ഞാൻ ഇത്ര നേരം യൂസ് ചെയ്തത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. സ്പാച്ചിലൊന്നും വേണ്ട, നമ്മളെല്ലാം ഒഴിവാക്കി സ്പൂൺ കൊണ്ട് തന്നെയാണ് മിക്സിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സ്പാച്ചിലുണ്ടെങ്കിൽ കുറച്ചും കൂടി വൃത്തിയിൽ നമുക്കെല്ലാം വടിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഇനി അതില്ലാത്തതിൻ്റെ പേരിൽ ആരും കേക്ക് ഉണ്ടാക്കാതിരിക്കല്ലേ. അപ്പോൾ നമ്മൾ ഈ പൊടിയില്ലേ നേരത്തെ അരിച്ചു വെച്ച മൈദയും ബേക്കിംഗ് സോഡ, ഇത് കേക്ക് തിന്ന ഹാങ് ഓവറിൽ ധൃതി കൂടി പോയിട്ടാട്ടോ, ക്ഷമിക്ക്. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മിക്സിങ്ങിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, എങ്ങനെ മിക്സ് ചെയ്താലും ഓക്കെയാണ്. മിക്സ് ചെയ്ത് നല്ല വൃത്തിക്ക് സൈഡിലുള്ള പൊടികളൊക്കെ തട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കണേ. എന്നുവെച്ചാൽ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അത് ലാസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ തട്ടി റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കുറച്ച് പ്രാവശ്യം ഇതുപോലെ അടിച്ച്
നമ്മൾ ആ ചെമ്പിലോട്ട് ഇറക്കി വയ്ക്കും. ഇറക്കി വെച്ചതിന് ശേഷം നിങ്ങൾ ലോ ഫ്ലെയിമിലേക്ക് ഇടണ്ട, മീഡിയം ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ. എന്നുവെച്ചാൽ അധികം തീ കുറച്ച് അങ്ങോട്ട് വയ്ക്കണ്ട കേട്ടോ. പക്ഷേ ചെറിയ ചെമ്പാണെങ്കിൽ, വളരെ ചെറിയ ചെമ്പാണെങ്കിൽ തീ കുറച്ച് വെച്ചോ. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം, കേക്കിൻ്റെ മുകൾ ഭാഗം കളർ ഉണ്ടാവില്ല കേട്ടോ എന്ന് വിചാരിച്ച് ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല. അടിപൊളി കേക്കാണ്. 30 മിനിറ്റാണ് ഇത് വെക്കേണ്ടത് ശരിക്കും. പക്ഷേ എൻ്റെ ഈ അടുപ്പൊന്ന് മാറിയതിന് ശേഷം ഞാനതിൽ 3/4 മണിക്കൂർ വെച്ചിട്ടുണ്ട്. 45 മിനിറ്റ് വെച്ചപ്പോഴാണ് കറക്റ്റ് എനിക്ക് കേക്ക് കിട്ടിയത്. അപ്പോൾ അത് തണിഞ്ഞതിന് ശേഷമാണ് ഇത് ഡിമോൾഡ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് ക്ഷമയില്ല, അതുപോലത്തെ സ്മെല്ലാണ്. വീട്ടിലിരിക്കാനും പറ്റുന്നില്ല, നിൽക്കാനും പറ്റുന്നില്ല. ഇതൊന്ന് തിന്ന് നോക്കണ്ടേ. അപ്പോൾ ഞാൻ ആ ചൂടോട് കൂടി തന്നെ എടുത്ത് ലാസ്റ്റ് ഫാൻ ഇട്ടിട്ടൊന്നും ഇത് തണിയുന്നുണ്ടായില്ല. അപ്പോൾ ഞാനത് ഒന്ന് പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ ഇനി നിങ്ങൾ കണ്ടേച്ചാൽ മതി. അങ്ങനെ ഞാൻ ഇതിന് അഡിക്റ്റായിപ്പോയി ആ ടേസ്റ്റിന് കേട്ടോ. അപ്പോൾ നിങ്ങളില്ലേ ഈ കേക്ക് കണ്ടിട്ട് ആരും ഇതാണ് റെസിപ്പി, ഇത്രയേ ഉള്ളൂ ചെറിയ കേക്ക് അങ്ങനെ വിചാരിക്കേണ്ട. ഇത് ഞാനിപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ഒരു വൈകുന്നേരത്തെ ചായക്കോ അല്ലെങ്കിൽ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കേക്കല്ലേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയ അളവിൽ ചെയ്തത്. നമുക്ക് വലിയ അളവിൽ സെയിൽ ചെയ്യാൻ പാകത്തിന് കട്ട് ചെയ്ത് വിൽക്കാനൊക്കെ പറ്റിയ പീസ് കേക്കൊക്കെ ആക്കിയിട്ട് പൊതിഞ്ഞ് വിൽക്കാനൊക്കെ പറ്റിയ കേക്ക് ഞാൻ അടുത്തത് അപ്ലോഡ് ചെയ്യാം. അത് വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പിന്നെ വേറൊരു കാര്യം, ചെറിയ കേക്ക് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങളെല്ലാവരും പോയിട്ട് വലിയ കേക്ക് തന്നെ ഉണ്ടാക്കിക്കോ. ഇതൊന്നും എവിടെയും തികയൂലപ്പാ, അതുപോലത്തെ ടേസ്റ്റാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ വലിയ കേക്കിൻ്റെ റെസിപ്പി ആയിട്ട് വരാം. ഇത് ജസ്റ്റ് എല്ലാവരും കണ്ടു വെച്ചോ. ഒരാൾക്ക് മാത്രമാണെങ്കിൽ പോലും ഇത് തികയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എല്ലാവർക്കും ഒരേ ഫ്ലേവർ ആവണമെന്നില്ലല്ലോ ഇഷ്ടം അല്ലേ. എന്നാൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാപ്പാ. പക്ഷേ നെയ്യ് പൊതുവേ അങ്ങനെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് പോലും ഇത് നെയ്യായിട്ടൊന്നും അല്ല ഫീൽ ചെയ്യുന്നത്, വേറെ എന്തോ ഒരു സംഭവമാണിത്. ഒരു മാജിക്കാണ് ശരിക്കും പറഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കും, മിക്സിയിലല്ലേ ഇത് അടിച്ചത്. ജസ്റ്റ് എല്ലാം കൂടെ ഇട്ട് അടിച്ച് നമ്മൾ വീട്ടിലുള്ള സാധനം മാത്രം വെച്ചിട്ടുണ്ടാക്കിയ കേക്ക്. അപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് വേണ്ടത് കമൻറ്റാണ് പ്ലീസ്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനിന്ന് വന്ന് വേറെ സ്ഥലത്ത് നിന്ന് ഇതിനു വേണ്ടി വീട്ടിൽ വന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യല്ലേ അത് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്കും തരണം. ഈ റെസിപ്പി നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ അതും പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് ഞാനിനി ഒന്നും കൂടെ കേട്ട് നോക്കാനുള്ള നേരമൊന്നും എനിക്കില്ല. എന്തെങ്കിലും പറ്റിയുണ്ടെങ്കിൽ നിങ്ങളങ്ങ് പൊറുക്ക്, ഞാനല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ, അതായത് ഇതിൻ്റെ വലിയ കേക്കുമായിട്ട് വരാം. അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. എന്തായാലും നിങ്ങൾ പറഞ്ഞ ഓരോ റെസിപ്പിയും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ആരോടും ഞാൻ നോ പറഞ്ഞിട്ടില്ല, വെറുതെ യെസ് പറഞ്ഞതും അല്ല. എല്ലാ റെസിപ്പിയും നമ്മൾ ചെയ്യും. പിന്നെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതും ചെയ്യാം. എത്രയും പെട്ടെന്ന് ചെയ്യാം കേട്ടോ. എനിക്ക് ഒന്നും പറയാനില്ല, ഞാൻ പോയിട്ട് ബാക്കി തിന്നട്ടെ. ടാറ്റാ.